പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധം. പ്രമേയം പാസാക്കി ചേലക്കര ഗ്രാമപഞ്ചായത്ത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിലും പദ്ധതിയിൽ വരുത്തിയ ഘടനാപരമായ മാറ്റങ്ങളിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ നന്ദകുമാർ അവതരിപ്പിച്ച പ്രമേയത്തെ 3-ാം വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ പിന്തുണച്ചു. എന്ന് പറയുന്ന സാധനമില്ലാതെ പോകുക. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഇപ്പോഴും നമ്മളത് മനസ്സിന്ന് പോയിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കത്ര പെട്ടെന്ന് പറയാനും കഴിയില്ല. എന്നുവെച്ചാൽ ഒരുപാട് നീളം കൂടിയുള്ളൊരു പേരാണ്. അപ്പോൾ ഈ പദ്ധതി നിർത്തലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയത്തെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും പിന്താങ്ങണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രമേയം വായിക്കാം. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായി ഇടതു മുന്നണി പിന്തുണയോടെ അധികാരത്തിലിരുന്ന UPA സർക്കാർ 2025 സെപ്റ്റംബർ 7 കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടിമുടി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീണ എന്നൊരു ബില്ല് 2025 ഡിസംബർ 16 ലോക്സഭയിൽ അവതരിപ്പിച്ച് ഡിസംബർ 17 ലോക്സഭ പാസാക്കി ഡിസംബർ 21 പ്രസിഡന്റ് ഒപ്പുവെച്ച് അംഗീകാരം നേടിയിരിക്കുകയാണ്. 2005 സെപ്റ്റംബർ 7 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നിലവിൽ വരികയും 2006 ഫെബ്രുവരി 2 ആദ്യഘട്ടം തിരഞ്ഞെടുത്ത ജില്ലകളിൽ പദ്ധതിയുടെ അന്തസത്ത തകർക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഭരണസമിതിയിൽ ഉയർന്നത്. തുടർന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണസമിതി ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിക്കുകയായിരുന്നു. മാസം 2ാം ഘട്ടത്തിൽ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുകയും അതിൽ കേരളത്തിലെ കാസർഗോഡ്, ഇടുക്കിയും ഉൾപ്പെടുത്തുകയും ചെയ്തു. 2008 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജ്യം മുഴുവൻ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 17 വർഷം കഴിയുമ്പോൾ പദ്ധതിയുടെ അന്തസത്തയെ തന്നെ ചോദ്യം വിധം പരിഷ്കരിച്ചിരിക്കുകയാണ്. മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ വഹിച്ചിരുന്ന ഈ പദ്ധതിയിൽ നിലവിൽ പുതിയ ഭേദഗതി പ്രകാരം 40% ഫണ്ട് സംസ്ഥാന സർക്കാരുകളും 60% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമെന്ന നിലയിൽ മാറുകയും ആവശ്യത്തിനനുസരിച്ച് തൊഴിൽ നൽകുകയും തൊഴിലില്ലായ്മ വേതനം അനുവദിക്കുകയോ എന്നതിന് പകരം മുൻകൂട്ടി നിശ്ചയിച്ച് ബഡ്ജറ്റ് അടിസ്ഥാനത്തിൽ തുക അനുവദിച്ച് മിഷൻ 2047 ഭാഗമായാണ് ഇപ്പോൾ അത് നടപ്പിലാക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ 90-10 അനുപാതത്തിൽ നടത്തുന്ന പദ്ധതി കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് 40% സംസ്ഥാന ഫണ്ടും 60% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് എന്ന നിലയിൽ മാറുന്നത്. സാധാരണക്കാരൻ്റെ വരുമാനത്തെ ഗണ്യമായി ബാധിക്കുന്ന തൊഴിലിന് യാതൊരു ഉറപ്പുമില്ലാതെ തൊഴിലില്ല എങ്കിൽ തൊഴിൽരഹിത വേതനം നൽകാത്ത ഈ ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നു. സാധാരണക്കാരായ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും പദ്ധതിയിലെ പുതിയ മാറ്റങ്ങൾ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. CCV ന്യൂസ്, ചേലക്കര. മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക.